ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഈ 8th എപ്പിസോഡിൽ നമ്മുടെ നായകരും നായികയും നേരത്തെ ഒരു ചെറിയ കിസ്സൊക്കെ നടന്നല്ലോ. അപ്പോൾ ആ കിസ്സൊക്കെ കഴിഞ്ഞതിന് ശേഷം രണ്ടുപേരും ഒരു സ്ഥലത്തിരുന്ന് സംസാരിക്കുകയാണ് കേട്ടോ. ജിയോടാണെങ്കിൽ യുൻഹോനോട് ചോദിക്കുന്നുണ്ട്, നീ എന്താ മൂവിക്ക് പോകാഞ്ഞെന്ന്. അപ്പം നമ്മുടെ യുൻഹോ പറയുന്നുണ്ട്, ഞാൻ നിന്നെ കാണാൻ വേണ്ടി വന്നതാ. അല്ല, നീ എന്തിനാ എന്നെ വിളിച്ചതെന്ന് ചോദിക്കുകയാണ്. അപ്പം നമ്മുടെ ജിയോൺ പറയുന്നത്, അത് പിന്നെ വർക്ക് ഒറ്റയ്ക്ക് ഞാനിരുന്ന് ചെയ്യായിരുന്നില്ലേ, അപ്പോൾ ഒരു കമ്പനിക്ക് വേണ്ടി വിളിച്ചതാണ്, ഒരു തമാശ പറയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലോൺലിനെസ് ഒരു ലക്ഷറി ആണ് എന്നാണ് നമ്മുടെ ജിയോൺ ഇത്ര നാൾ വിചാരിച്ചിരുന്നത്. പക്ഷേ ലാസ്റ്റ് നമ്മുടെ യുൻഹോയുടെ വീട്ടിൽ പോയതിന് ശേഷം അവളുടെ വീട്ടിൽ അവൾക്ക് തീരെ വാർമത്ത് തോന്നിയിട്ടില്ല. ഭയങ്കര കോൾഡായിട്ട് തോന്നുകയാണ് അവളുടെ വീട് അവൾക്ക്. നമ്മുടെ ജിയോണാണെങ്കിൽ ഒരുപാട് വർഷമായിട്ട് ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാർമത്ത് ഉണ്ടാവും എന്നുള്ള കാര്യമൊക്കെ അവൾ മറന്നുപോയി. നമ്മുടെ ജിയോനെ കൊണ്ട് പറ്റാത്തൊരു കാര്യമാണ് പേഴ്സണൽ ലൈഫും വർക്കും സെപ്പറേറ്റ് ആയി കൊണ്ടുപോകുക എന്നത് കേട്ടോ. പക്ഷേ ഇനി അങ്ങോട്ട് ഇവരുടെ വർക്കും അതുപോലെ തന്നെ പേഴ്സണൽ ലൈഫും സെപ്പറേറ്റ് ആക്കി കൊണ്ടുപോകാൻ തന്നെയാണ് നമ്മുടെ നായികയുടെ തീരുമാനം. അവളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിലും അവൾ മാക്സിമം എഫോർട്ട് ഇട്ട് ട്രൈ ചെയ്യും. അപ്പോൾ നമ്മുടെ ജിയോൺ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ യുൻഹോ പറയുന്നുണ്ട്, നീ ഇന്നേ വരെ ഒരു കാര്യത്തിൽ നിന്നും ഓടി ഒളിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. മാത്രമല്ല നീ അന്ന് തന്നെ പ്രൊപ്പോസ് ചെയ്തില്ലേ, അത് പെട്ടെന്നായിരുന്നു, ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല എന്നൊക്കെ അവനിങ്ങനെ പറയുകയാണ് കേട്ടോ. ജിയുണിനാണെങ്കിൽ നമ്മുടെ യുൻഹോനെ പോലെ പല കാര്യങ്ങളും ഉള്ളിലൊതുക്കി കൊണ്ടു നടക്കാനൊന്നും പറ്റുന്നൊരു ടൈപ്പല്ല നമ്മുടെ ജിയു. ഇപ്പോൾ യുൻഹോ ആണെങ്കിൽ അവൻ്റെ ലൈഫിൽ ഇനിയൊരു പ്രണയം ഉണ്ടാവുന്നൊന്നും തീരെ പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം അവൻ്റെ മൈൻഡിൽ ഫുള്ള് നമ്മുടെ ബിയോളാണ്, ബിയോളിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ രണ്ടുപേരും അവരുടെ പ്രണയം ഓപ്പണായിട്ട് പറയുകയാണ് കേട്ടോ. അങ്ങനെ നെക്സ്റ്റ് സീനിൽ നമ്മുടെ ജിയുനെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് കേട്ടോ യുൻഹോ. ജിയുനാണെങ്കിൽ നമ്മുടെ യുൻഹോയുടെ ഫേസിൻ്റെ ഒരു സൈഡിലേക്ക് കണ്ണ് തെറ്റാതെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് നമ്മുടെ ജീവൻ പറയുന്നുണ്ട്, അല്ല യുൻഹോ, നിന്നെ ഈ സൈഡിൽ നിന്ന് കാണാൻ നല്ല ലുക്കാണല്ലോ, നല്ല അടിപൊളിയാണല്ലോ നിന്നെ കാണാൻ എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ജിയുൻ്റെ അപ്പാർട്ട്മെൻറ്റിൻ്റെ അവിടെ എത്തിയപ്പോൾ യുൻഹോ കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുകയാണ്. അപ്പോൾ ജിയും പറയുന്നുണ്ട്, വേണ്ട വേണ്ട, നീ പുറത്തേക്ക് ഇറങ്ങണ്ട, നീ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ നിന്നെ ഞാൻ ഇന്ന് വീട്ടിലേക്ക് വിട്ടുവെന്ന് വരില്ല, അതുകൊണ്ട് നീ ഇറങ്ങണ്ട എന്ന് പറഞ്ഞിട്ട് അവൾ ഇറങ്ങി പോവുകയാണ്. നെക്സ്റ്റ് സീനിൽ നമ്മുടെ യുൻഹോ ബിയോളിൻ്റെ ഫേസിൽ കുറച്ച് നൈറ്റ് ക്രീമൊക്കെ അപ്ലൈ ചെയ്യാണ് കേട്ടോ. അത് ചെയ്ത് കഴിയുമ്പോൾ ബിയോളിനോട് ചോദിക്കുന്നുണ്ട്, ഞാനൊരു ഗേൾ ഫ്രണ്ടിനെ സെറ്റാക്കുന്ന കാര്യത്തെക്കുറിച്ച് എന്താ അഭിപ്രായം എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ബിയോള് തിരിച്ചു ചോദിക്കുന്നുണ്ട്, അച്ഛൻ അതിന് ഗേൾ ഫ്രണ്ട് ഉണ്ടോയെന്ന്. അപ്പോൾ നമ്മുടെ യുൻഹോ പറയുന്നുണ്ട്, ഗേൾ ഫ്രണ്ട് ഒന്നുമില്ല, ജസ്റ്റ് നിൻ്റെ തോട്ട് എന്താണെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാണെന്ന് പറയാണ്. അത് കേൾക്കുമ്പോൾ നമ്മുടെ ബിയോള് പറയാണ്, ഞാൻ ഒരുപാട് ഹാപ്പിയാവും, മാത്രമല്ല അച്ഛാ, എനിക്ക് 7 വയസ്സുണ്ട്, ഞാൻ ചെറിയ കുട്ടിയൊന്നുമല്ല, എനിക്ക് അച്ഛൻ്റെ സ്മൈല് കാണാൻ ഒരുപാട് ഇഷ്ടമാണെന്ന് പറയാണ്. എന്നിട്ട് നമ്മുടെ ബിയോള്, എനിക്ക് ഉറക്കം വരുന്നു അച്ഛാ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നായകൻ്റെ ഷോൾഡറിൽ ചാരിക്കിടന്ന് ഉറങ്ങുകയാണ് കേട്ടോ. ഈ സമയം നമ്മുടെ സുഹ്യോനാണെങ്കിൽ അവൾ വിചാരിച്ച മൂവിക്ക് പോകാൻ പറ്റിയില്ലല്ലോ. അപ്പോൾ ആ ഒരു സങ്കടം തീർക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വൂനെ വിളിച്ചിട്ട് രണ്ടുപേരും കൂടിയിട്ട് ചെറിയ ഡ്രിങ്ക്സ് ഒക്കെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. വൂനാണെങ്കിൽ ഇവളിങ്ങനെ ഡ്രിങ്ക്സ് കുടിക്കുന്നത് കണ്ടിട്ട് ഒരുപാട് വിഷമാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവൻ പറയുന്നുണ്ട്, ഞാൻ കാരണമല്ലേ നിനക്ക് ഇത്ര ഹോപ്പ് വന്നത്, ഞാനല്ലേ ടെക്സ്റ്റ് ചെയ്യാൻ നിന്നെ നിർബന്ധിച്ച്, ഐ ആം സോറി എന്ന് പറയാണ് കേട്ടോ വൂ. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ സുഹ്യോൻ പറയുന്നുണ്ട്, അതൊന്നും കുഴപ്പമില്ല, എന്തായാലും ഇത് എന്തെങ്കിലുമൊക്കെ നമ്മൾ അറിയേണ്ട ഒരു കാര്യം തന്നെയല്ലേ എന്ന് പറയാണ്. മാത്രമല്ല എല്ലാ കാലവും ഇങ്ങനെ ഹാർട്ട് ബ്രോക്കൺ ആയിട്ട് ജീവിക്കാൻ പറ്റില്ലല്ലോ, നമ്മൾ വിചാരിക്കുന്ന ആളെ കിട്ടിയില്ല എന്നും പറഞ്ഞിട്ട്. എന്നിട്ട് സുഹ്യോൻ പറയാണ്, ഇപ്പോൾ നമുക്ക് ഒരാളോട് ഒരു ഇഷ്ടമുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്നേഹം ഉണ്ടെങ്കിൽ എന്തൊക്കെ എമർജൻസി ഉണ്ടായാലും ആ ആളുമായിട്ടുള്ള ഡേറ്റ് ഒന്നും നമ്മൾ ക്യാൻസൽ ചെയ്യില്ല. അങ്ങനെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ ഇഷ്ടമില്ല എന്നാണ് അർത്ഥം എന്നല്ലേ ചോദിക്കുകയാണ് കേട്ടോ വൂനോട്. അപ്പോൾ നമ്മുടെ വൂ ഇവളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറയുന്നുണ്ട്, ചിലപ്പോൾ എന്തെങ്കിലും റിയൽ ആയിട്ട് എന്തെങ്കിലും എമർജൻസി വന്നു കാണും, നീ വിചാരിക്കുന്ന പോലെയൊന്നും ആയിരിക്കില്ല എന്ന് പറയാണ് വൂ. എന്നിട്ട് വൂ പറയുന്നുണ്ട്, നീ നിൻ്റെ ലവിൻ്റെ കാര്യത്തിൽ ഭയങ്കര സീരിയസ് ആണ്, പിന്നെ വലിയ ഡിഫറൻസ് ഒന്നുമില്ല നമ്മുടെ രണ്ടുപേരുടെയും സിറ്റുവേഷൻ തമ്മിൽ. നമ്മുടെ രണ്ടുപേരുടെയും സിറ്റുവേഷൻ ഏകദേശം ഒരുപോലെയാണ്. ഞാൻ സ്നേഹിക്കുന്ന ആ ഒരു ലേഡി ആണെങ്കിൽ എന്നെ ഇപ്പോഴും ഒരു ഹൈസ്കൂൾ സ്റ്റുഡൻ്റ് ആയിട്ടാണ് കാണുന്നത്, എന്നെ ഒരു മാനായിട്ട് അവൾ ഇന്നേ വരെ എന്നെ കണ്ടിട്ടില്ല എന്നാട്ടോ നമ്മുടെ വൂ പറയുന്നത്. നമ്മുടെ ജിയുണിനെ കുറിച്ചാണ് ഈ പറയുന്നത് കേട്ടോ. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ സുഹ്യോൻ പറയും, ആ, എൻ്റെ അവസ്ഥയും ഡിഫറൻ്റ് ഒന്നല്ല, ഞാൻ സ്നേഹിക്കുന്ന ആളാണെങ്കിൽ എപ്പോഴൊക്കെ ഞങ്ങൾ ഒരുമിച്ചുണ്ടെങ്കിലും ഞങ്ങളുടെ പിള്ളേരെ കുറിച്ചുള്ള കാര്യങ്ങൾ മാത്രമേ അന്വേഷിക്കാറുള്ളൂ, അല്ലാതെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ ചോദിക്കാറോ അന്വേഷിക്കാറോ ഒന്നുമില്ല എന്ന് പറയാണ്. ഇപ്പോഴും രണ്ടുപേരും ഇവർ സ്നേഹിക്കുന്ന ആൾക്കാരുടെ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടില്ല കേട്ടോ. വൂ പറയുന്നുണ്ട്, ഞങ്ങൾ രണ്ടുപേരും ഒരേ വർക്ക് പ്ലേസിലാണ്, എന്നും കണ്ടുകൊണ്ടിരിക്കുകയും വേണം. അപ്പോൾ സുഹ്യോൻ പറയാണ്, ഞങ്ങൾ ഒരുമിച്ചാണ് മിക്ക ദിവസം പിള്ളേരെ സ്കൂളിൽ കാലത്ത് കൊണ്ടുപോയി ആക്കാറ് എന്ന് പറയണം കേട്ടോ. എന്നിട്ട് നമ്മുടെ വൂ പറയുന്നുണ്ട്, എനിക്കാണെങ്കിൽ എൻ്റെ അച്ഛനെ തീരെ ഇഷ്ടമല്ലാന്ന്. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ സുഹ്യോൻ പറയുന്നുണ്ട്, അതുകൊണ്ടായിരിക്കും നീ സ്നേഹിക്കുന്ന പെൺകുട്ടി ഇപ്പോഴും നിന്നെ ഒരു ഹൈസ്കൂൾ സ്റ്റുഡൻ്റായിട്ട് കാണുന്നേ എന്ന് പറയാണ്. അതായത് മെച്യൂർ ഇല്ലാത്ത പോലത്തെ ഒരു ബിഹേവിയർ ആണല്ലോ എന്ന് പറയാം. വൂ പറയാണ്, അല്ലല്ല, സീരിയസ് ആയിട്ട് പറയാണ്, അങ്ങേരുടെ മകൻ്റെ മരണത്തിന് ശേഷവും എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് നിർത്തുകയാണ് കേട്ടോ. സുഹ്യോൻ പറയും, നിനക്ക് പറയാനുള്ളത് എന്തൊക്കെയാണെങ്കിൽ പറഞ്ഞോ, കാരണം ഇപ്പം ഞാൻ ഡ്രങ്കണായിട്ടായിരിക്കണേ, നാളത്തേക്ക് എനിക്കൊരു തേങ്ങ ഓർമ്മയുണ്ടാവില്ല, നിനക്ക് ധൈര്യമായിട്ട് പറയാം, ഒക്കെ ഓപ്പണായിട്ട് പറയാമെന്ന് പറയാണ്. അങ്ങനെ അവൻ അവൻ്റെ സങ്കടങ്ങളൊക്കെ പറയാണ് കേട്ടോ നമ്മുടെ സുഹ്യോൻ്റെ അടുത്ത്.
അപ്പോഴാണ് നമ്മുടെ വു വീണ്ടും കണ്ടിന്യൂ ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് വു പറയാണ്, "എനിക്കൊരു എൽഡർ ബ്രദർ ഉണ്ടായിരുന്നു. അവനെ ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ഭയങ്കര ഗുഡ് പേഴ്സൺ ആയിരുന്നു. ഭയങ്കര കൈൻഡ് ആയിട്ടുള്ളൊരു ഹാർട്ടായിരുന്നു അവന്. എന്നെപ്പോലെയൊന്നുമല്ല, എന്നെക്കാളും ഒരുപാട് ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു പേഴ്സണാലിറ്റി ആയിരുന്നു അവന്. പക്ഷേ അവന് ഒരുപാട് കാലമൊന്നും ജീവിക്കാൻ പറ്റിയില്ല. പെട്ടെന്ന് തന്നെ അവൻ മരിച്ചുപോയി" എന്ന് പറയാണ് കേട്ടോ വു, അവൻ്റെ എൽഡർ ബ്രദറിനെ കുറിച്ച്. എന്നിട്ട് വു പറയാണ്, "എന്തുകൊണ്ടാ ഈ നല്ല ആൾക്കാരൊക്കെ പെട്ടെന്ന് മരിച്ചു പോകുന്നേന്ന് എത്ര ആലോചിച്ചിട്ടും എനിക്ക് ഒരു ഉത്തരം കിട്ടുന്നില്ല" എന്ന് പറയാണ്. അപ്പോൾ സുഹിയോൻ പറയാണ്, ഞാൻ ഒരുപാട് വർഷമായി ഈ സെയിം ക്വസ്റ്റ്യനും ഇതിനുള്ളൊരു ആൻസറും കണ്ടുപിടിക്കാൻ വേണ്ടി നടക്കുന്നു. പക്ഷേ ഇതുവരെ ഒരു ഉത്തരം കിട്ടിയില്ല" എന്ന് പറയാണ്. എന്നിട്ട് ഇവള് നമ്മുടെ സിയോജിനെ കുറിച്ചിട്ട് വൂനോട് പറയാണ്. അതായത് സിയോജിൻ ഇവളുടെ ബയോളജിക്കൽ സൺ അല്ല. ഇവളുടെ സിസ്റ്ററിൻ്റെ മകനാണ്. സിസ്റ്ററും സിസ്റ്ററിൻ്റെ ഹസ്ബൻഡും ഒരു ആക്സിഡൻറ്റിൽ മരിച്ചുപോയി. അന്ന് തൊട്ട് നമ്മുടെ സിയോജിനെ വളർത്തുന്നത് ഇവളാണ് കേട്ടോ. സുഹ്യോൻ പറയുന്നുണ്ട്, അവൻ കാരണമാണ്, അവന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാർട്ടൂൺ ബുക്സൊക്കെ എഴുതി തുടങ്ങിയതും വരച്ചു തുടങ്ങിയതെന്നൊക്കെ. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ വൂ പറയുന്നുണ്ട്, നീ സ്നേഹിക്കുന്ന അവനില്ലേ, അവനൊരു ഇഡിയറ്റാണ്. ഇത്രയും നല്ല മനസ്സുള്ളൊരു ആളെയാണോ അവൻ റിജക്റ്റ് ചെയ്തതെന്ന് ചോദിക്കുകയാണ്. നെക്സ്റ്റ് സീനിൽ യുൻഹോയും സുഹ്യോനും കൂടിയിട്ട് ഈ പിള്ളേരെ കിൻഡർ ഗാർഡനിലേക്ക് കൊണ്ടുപോയി വിടുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സുഹ്യോനോട് അവനൊരു സോറി പറയുന്നുണ്ട്. കാരണം തലേദിവസം വരാമെന്ന് പറഞ്ഞിട്ട് വരാൻ പറ്റിയില്ല. അപ്പോൾ സോറി പറയാണ് കേട്ടോ. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ സുഹ്യോൻ പറയുന്നുണ്ട്, നീ സോറി തന്നെ പറയണം. കാരണം ഇന്നലെ ഞാൻ കുറേ നേരം വെറുതെ വെയിറ്റ് ചെയ്തു. മാത്രമല്ല ആ ടിക്കറ്റ് ക്യാൻസൽ ആയിപ്പോയി എന്ന് പറയാണ്. എന്നിട്ട് സുഹ്യോൻ പറയുന്നുണ്ട്, നിനക്ക് ശരിക്കും സോറിയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം ഒരു കാര്യം ചെയ്യ്, അടുത്ത മൂവിക്കുള്ള ടിക്കറ്റ് നീ എടുക്കുക എന്ന് പറയാണ്. ഇത് കേൾക്കും നമ്മുടെ യൂൺഹോ പറയും, അപ്പോൾ ഓക്കെ, എന്തായാലും അടുത്ത പ്രാവശ്യം പോകുമ്പോൾ ടിക്കറ്റ് ഞാൻ എടുത്തോളാം. മാത്രമല്ല നമുക്ക് നമ്മുടെ പിള്ളേരെയും കൊണ്ടാവും, അവർക്ക് മൂവി കാണാനൊക്കെ ഒരുപാട് ഇഷ്ടമാണെന്ന് പറയാണ്. അപ്പോൾ നമ്മുടെ സുഹ്യോൻ ഒരു കാര്യം ചോദിക്കുകയാണ്, തലേദിവസം എമർജൻസി ഉണ്ടെന്ന് പറഞ്ഞ് പോയത് നിങ്ങളുടെ ബോസിൻ്റെ കൂടെ ആയിരുന്നു എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, അതെ, എൻ്റെ ബോസിൻ്റെ കൂടെയായിരുന്നു എമർജൻസിക്ക് ഞാൻ പോയെന്ന് പറയാണ്. നമ്മുടെ സുഹ്യോനാണെങ്കിൽ ഓൾറെഡി ഈ ഒരു ആൻസർ എക്സ്പെക്റ്റ് ചെയ്തിരുന്നു, പ്രതീക്ഷിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അവൾക്ക് മനസ്സിലാവുന്നുണ്ട് ഇവളോട് അവന് പ്രത്യേകിച്ച് അട്രാക്ഷനോ ഇഷ്ടമോ ഒന്നും തന്നെ ഇല്ലയെന്ന് പെട്ടെന്ന് തന്നെ അവൾക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് ഡേ നമ്മുടെ ജിയൂൺ പീപ്പിൾസിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവൾ ലിഫ്റ്റിൽ കയറിയതിന് തൊട്ട് പുറകെ തന്നെ നമ്മുടെ യുൻഹോ വരുന്നുണ്ട്. നമ്മുടെ യുൻഹോനെ ജിയൂൺ കണ്ടെങ്കിലും ഡോർ ഓപ്പൺ ഒന്നും അവൾ ആക്കുന്നില്ല കേട്ടോ. ഡോർ അങ്ങനെ ക്ലോസ് ആവുകയാണ്. മുൻപൊക്കെ നമ്മുടെ യുൻഹോനെ കാണുമ്പോഴേക്കും അവൾ ഡോർ ഓപ്പൺ ആക്കാനുള്ള സ്വിച്ചൊക്കെ പ്രസ് ചെയ്യാറുണ്ട്. ഇപ്രാവശ്യം അങ്ങനെയൊന്നും ഉണ്ടായില്ല. ഡോർ ക്ലോസ് ആവുകയാണ് കേട്ടോ. ലിഫ്റ്റിൻ്റെ ഡോറ് കംപ്ലീറ്റ് ആയി ക്ലോസ് ആവുമ്പോൾ നമ്മുടെ യുൻഹോ ഡോറിന് മുമ്പിൽ, ലിഫ്റ്റിന് മുമ്പിൽ ഒന്ന് സ്റ്റക്കായി നിൽക്കുകയാണ് കേട്ടോ. എന്നിട്ട് തലേ ദിവസം നമ്മുടെ ജിയൂൺ ഇവനോട് പറഞ്ഞ കാര്യം ആലോചിക്കുകയാണ്. അതായത് വർക്ക് പ്ലേസിൽ ഇവരുടെ ഈ റൊമാൻസും ഡേറ്റിംഗ് ഒക്കെ സീക്രട്ട് ആക്കി വെക്കണമെന്ന് അവൾ പറഞ്ഞിരുന്നു. ഇവനും അത് അഗ്രി ചെയ്തിരുന്നു. അങ്ങനെ നമ്മുടെ ജിയൂണിൻ്റെ വർക്കിൻ്റെ ഷെഡ്യൂളൊക്കെ പറയാൻ വേണ്ടിയിട്ട് യുൻഹോ അവളുടെ ഓഫീസിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. മീറ്റിംഗ്സിൻ്റെ ഷെഡ്യൂൾസൊക്കെ പറഞ്ഞതിന് ശേഷം നമ്മുടെ യുൻഹോ ആണെങ്കിൽ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് ബിഹേവ് ചെയ്യാണ് കേട്ടോ. എന്നിട്ട് അവൻ നേരെ പോയിട്ട് ആ ബ്ലൈൻഡ്സ് ക്ലോസ് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണോ, ഈ ബ്ലൈൻഡ്സ് ഉള്ളതുകൊണ്ടാണോ നീ എന്നോട് ശരിക്കും സംസാരിക്കാത്തതെന്നൊക്കെ ചോദിച്ചിട്ട് അത് ക്ലോസ് ചെയ്യാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവൾ പെട്ടെന്ന് ചോദിക്കുന്നുണ്ട്, അല്ല അത് ക്ലോസ് ചെയ്യേണ്ട ആവശ്യം എന്താ, അതൊക്കെ പഴയ പോലെ വെച്ചിട്ട് നീ പുറത്തേക്ക് പോകാൻ നോക്കുക എന്ന് പറയാണ്. നല്ല സ്ട്രിക്റ്റായി ഒരു ബോസ് ഒരു എംപ്ലോയിനോട് പറയുന്ന അതേ ടോണിലാണ് ഇവിടെ നേരത്തെ ബ്ലൈൻഡ്സ് ഒക്കെ പഴയ പോലെ വെച്ചിട്ട് അവനോട് പുറത്തേക്ക് പോകാൻ പറഞ്ഞേട്ടോ. അവൻ പോയി കഴിയുമ്പോൾ നമ്മുടെ ജീവനാണെങ്കിൽ ചെറുതായിട്ട് അവിടെ നിന്ന് ചിരിക്കുന്നു. സമയം നമ്മുടെ ജിയോൺ ബ്ലൈൻഡ്സ് ഒന്നും ക്ലോസ് ചെയ്യണ്ട, ഓപ്പൺ ആക്കിയിടുക എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മുടെ യുൻഹോക്കാണെങ്കിൽ ഭയങ്കര എംബാരസ്മെൻ്റ് ഒക്കെ ആയിട്ടോ. അവൻ എന്നിട്ട് കോഫി കുടിക്കുന്ന ആ ഒരു സ്പേസിലേക്ക് വന്നിരിക്കുക. എന്നിട്ട് സ്വയം ആലോചിക്കുന്നുണ്ട്, അല്ല ഞാൻ ഇതിനാ ബ്ലൈൻഡ്സ് ഒക്കെ ക്ലോസ് ചെയ്യാൻ പോയേ എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുമ്പോഴാണ് ലീ അങ്ങോട്ട് വരുന്നത് കേട്ടോ. എന്നിട്ട് ലീ ചോദിക്കുന്നുണ്ട്, അല്ല ഇന്ന് എന്ത് പറ്റി മിസ് കാങ്, ഇന്ന് നിങ്ങളോട് ഭയങ്കര റൂഡായിട്ടല്ലോ ബിഹേവ് ചെയ്തേ, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അതായത് നോർമൽ അവൾ കാണിക്കുന്ന ഫ്രണ്ട്ലിനെസ് പോലും ഇപ്പോൾ യുൻഹോനോട് അവൾ കാണിക്കുന്നില്ല, നമ്മുടെ ജിയൂൺ കാണിക്കുന്നില്ല. ഈ ആണെങ്കിൽ അപ്പോൾ ഒരു കോപ്പിക്കോടെ പാക്കറ്റ്, ഒരു വലിയ പാക്കറ്റ് എടുത്ത് വെക്കുകയാണ് കേട്ടോ. എന്നിട്ട് അവൻ ഒരെണ്ണം കൊടുക്കുകയാണ്, ഇത് കഴിച്ചു നോക്കുന്നതിൻ്റെ സ്ട്രെസ്സൊക്കെ അങ്ങ് ഫ്രീ ആവുമെന്ന് പറയുകയാണ്. അവനാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് വായിലിട്ട് കഴിച്ചു നോക്കുകയാണ്. ഇഷ്ടപ്പെട്ടതുകൊണ്ട് ആ പാക്കറ്റ് മൊത്തത്തിലെടുത്ത് അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. ഈ കോപ്പിക്കോടെ സീനൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോപ്പിക്കോടെ അഡ്വർടൈസ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണെന്നാണ് എനിക്ക് തോന്നിയത് കണ്ടപ്പോൾ. അപ്പോൾ അവിടെ നിന്ന് പോയതിന് തൊട്ട് പുറകെ നമ്മുടെ ഗിയോങ് അങ്ങോട്ട് കയറി വരികയാണ് കേട്ടോ. ഈ ആണെങ്കിൽ പാസ് ചെയ്ത് പോകുമ്പോൾ ഇവളുടെ കയ്യിലൊക്കെ മെല്ലെ ടച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ഇന്ന് നന്നായി വർക്ക് ചെയ്യണം, വർക്ക് ഹാർഡ് എന്ന് പറയുകയാണ്. എന്നിട്ട് ഇവളെ മോട്ടിവേറ്റ് ചെയ്തിട്ടാട്ടോ പോകുന്നത്. നമ്മുടെ ഗിയോങ് ആണെങ്കിൽ അത്രയും എക്സ്ട്രീം ഹാപ്പിനെസ്സിലാട്ടോ ഇപ്പോൾ നിൽക്കുന്നത്. അവൾക്ക് ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ കയറി നിൽക്കണോ പുറത്ത് നിൽക്കണോ എന്നൊന്നും അറിയാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ. നെക്സ്റ്റ് സീനിൽ നമ്മുടെ ജിയൂണും യുൻഹോയും ചേർന്നിട്ട് ഒരു ലോയറിനെ, ഈ ലോയറിൻ്റെ പേര് മിസ് ജാങ് എന്നാണ് കേട്ടോ, ഈ ജാങ്ങിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഒരുപാട് തിരക്കുള്ള ഒരു ലോയറാണ് കേട്ടോ ഈ ജാങ് എന്ന് പറയുന്ന ഈ ലേഡി. ജാങ് ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ലോ ഫേമിൽ നിന്ന് പുതിയൊരു ലോ ഫേമിലേക്ക് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ജിയൂണിനെ അപ്രോച്ച് ചെയ്തത്. അപ്പോൾ ജിയൂണാണെങ്കിൽ ഒരു പുതിയൊരു ലോ ഫേം കണ്ടുപിടിച്ചു. അവരാണെങ്കിൽ ഈ ജാങ്ങിനെ സെലക്റ്റും ചെയ്തു. അപ്പോഴാണ് ജാങ് ഇതുവരെ നമ്മുടെ ജിയൂണിനോട് ആവശ്യപ്പെടാത്ത പുതിയ കുറച്ച് കണ്ടീഷൻസ് ഇപ്പോൾ വയ്ക്കുന്നത് കേട്ടോ. അതിൽ ഫസ്റ്റ് കണ്ടീഷൻ 4 മണി, അതായത് വൈകുന്നേരം 4 മണി തൊട്ട് വർക്ക് ഫ്രം ഹോം ആയിരിക്കും. കോർട്ടിൽ പോകേണ്ട ആവശ്യങ്ങളുണ്ടെങ്കിൽ അത് വർക്ക് ഫ്രം ഹോം വേണ്ട, കോർട്ടിൽ പോകും. സെക്കൻഡ് കണ്ടീഷൻ, ഒരേ ടൈമിൽ ഒരുപാട് കേസസിൻ്റെ പുറകെ പോവില്ല.
ഫൈനൽ കണ്ടീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിനിമം 2 ജൂനിയർ ലോയറിനെങ്കിലും അവൾക്ക് മാത്രമായിട്ട് വേണം. ഇതൊക്കെയാണ് കണ്ടീഷൻ. ഈ പുതിയ കണ്ടീഷൻസ് ഒക്കെ കേൾക്കുമ്പോൾ ജിയുൺ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇപ്പോൾ പുതിയ കണ്ടീഷൻസ് ഒക്കെ വെക്കുന്നതെന്ന്. അപ്പോൾ ജാങ് പറയുന്നുണ്ട് വർക്ക് ലൈഫ് ബാലൻസിന് വേണ്ടിയാണെന്ന്. മാത്രല്ല റിട്ടേൺ ആയിട്ട് ജാങ് പ്രോമിസ് ചെയ്യുന്നത് ഹൈ സക്സസ് റേറ്റ് ആണ്. ഒരു കേസ് പോലും തോൽക്കില്ല എന്നാണ് നമ്മുടെ ജാങ് പറയുന്നത് കേട്ടോ. ആ സമയത്താണ് ജാങ്ങിന് ഒരു കോൾ വരുന്നത് കേട്ടോ. അപ്പോൾ ജാങ് പെട്ടെന്ന് തന്നെ കോൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മുടെ ജിയുണും യുൺഹോയും കൂടി സംസാരിക്കുകയാണ്. നമ്മുടെ ജിയുൺ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജാങ് എന്ന് പറയുന്ന ലേഡി ഒരു വർക്ക് ഹോളിക് ആണ്. അതുകൊണ്ട് തന്നെ വർക്ക് ലൈഫ് ബാലൻസിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പുതിയ കണ്ടീഷൻസ് വെച്ചതെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്തെങ്കിലും നമ്മളോട് പറയാത്ത എന്തെങ്കിലും റീസൺ കാണും. നമ്മുടെ ഹെഡ് ഹണ്ടിങ് കമ്പനി അല്ലാതെ വേറെ ഏതെങ്കിലും കമ്പനിയായിട്ട് ഈ ജാങ് മീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം എന്ന് ഏൽപ്പിക്കുകയാണ് നമ്മുടെ യുൺഹോനെ. കുറച്ച് കഴിയുമ്പോൾ എല്ലാവരും കൂടി പുറത്തേക്ക് ഇറങ്ങാണ് കേട്ടോ. ഇവരുടെ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞു. ജാങ് ആണെങ്കിൽ നേരെ വന്ന ടാക്സിയിൽ കയറി പോവുകയാണ്. ജാങ് പോയി കഴിയുമ്പോൾ നമ്മുടെ ജിയൂൺ ആണെങ്കിൽ യുൺഹോയുടെ കൈ പിടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ യുൺഹോ പറയുന്നുണ്ട് ഇപ്പോൾ വർക്ക് ടൈം ആണ്. ഈ ടൈമിൽ നമ്മളിങ്ങനെ പേഴ്സണലി ഇങ്ങനെ നിൽക്കാനും പിടിക്കാനൊന്നും പാടില്ല എന്ന് പറയാണ്. അതായത് നമ്മുടെ യുൺഹോ ചെറിയൊരു പിണക്കത്തിലാണ് നമ്മുടെ ജിയൂണായിട്ട്. അതായത് നേരത്തെ ബ്ലൈൻഡ്സ് ഇവൻ അടയ്ക്കാൻ പോയപ്പോൾ ഇവിടെ തുറന്നിടാൻ പറഞ്ഞില്ലേ, കുറച്ച് ദേഷ്യത്തിലും റൂഡായിട്ടോ പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഒരു പിണക്കാണ് നമ്മുടെ യുൺഹോയ്ക്കുള്ളത് കേട്ടോ. ജിയൂൺ ആണെങ്കിൽ ഒന്നും രണ്ടും ഒക്കെ സോഫ്റ്റായി പറഞ്ഞ് അവൻ്റെ പിണക്കൊക്കെ അങ്ങ് മാറ്റുകയാണ്. നെക്സ്റ്റ് സീനിൽ നമ്മുടെ ജിയോണും യുൺഹോയും കൂടിയിട്ട് പീപ്പിൾസിലേക്ക് വരികയാണ് കേട്ടോ. അപ്പോൾ ജിയോൺ ആണെങ്കിൽ നല്ല സ്പീഡിൽ ഇവനെ നോക്കി സംസാരിക്കുകയോ ചിരിക്കുകയോ ഒന്നും ചെയ്യാതെയാണ് നടന്നു പോകുന്നത് കേട്ടോ. അപ്പോൾ എംപ്ലോയീസ് എല്ലാവരും വിചാരിക്കുന്നുണ്ട്, അല്ല മിസ് കാങ് ജിയോൺ ഇന്ന് ഭയങ്കര ദേഷ്യത്തിലല്ലോ, എന്ത് പറ്റിയെന്നൊക്കെ ഇവർ വിചാരിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ സിഒയും അത് തന്നെ വിചാരിക്കുന്നുണ്ട്. നമ്മുടെ യുൺഹോ ആണെങ്കിൽ ജിയോണിനെ നോക്കിയിരിക്കുന്ന സമയത്താണ് നമ്മുടെ സിഒ അങ്ങോട്ട് വരുന്നത് കേട്ടോ. എന്നിട്ട് സിഒ ചോദിക്കുന്നുണ്ട് മീറ്റിംഗ് എങ്ങനെ പോയിന്ന്. ഇവനാണെങ്കിൽ ആകെ ഷോക്കായിട്ട് പെട്ടെന്ന് പറയുന്നുണ്ട് അതൊക്കെ നന്നായി പോയി എന്ന് പറയാണ്. ജിയോ പെട്ടെന്ന് വന്ന് സംസാരിച്ചപ്പോൾ നമ്മുടെ യുൺഹോ പെട്ടെന്ന് വെപ്രാളപ്പെട്ടതൊക്കെ നമ്മുടെ ജിയും കാണുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ജിയും പറയുന്നുണ്ട് ഇതിന് തീരെ അഭിനയിക്കാൻ അറിയില്ലല്ലോ. എന്നിട്ട് അവൾ സ്വയം പറയുന്നുണ്ട് ഹീ സോ അഡോറബിൾ എന്ന് പറയാണ് കേട്ടോ. അങ്ങനെ പറഞ്ഞ് ചിരിച്ച് തല ഉയർത്തി നോക്കുമ്പോൾ നേരെ മുമ്പിൽ നമ്മുടെ സിയോ നിൽക്കുന്നു. സിയോ ആണെങ്കിൽ അവളോട് ചോദിക്കുന്നുണ്ട്, അല്ല നീ എന്താ പറയണേ, നീ ആരെ കുറിച്ചായി പറയണേന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടാട്ടോ സിയോ നിൽക്കുന്നത്. അപ്പം നമ്മുടെ ജിയൂൺ പെട്ടെന്ന് ഷോക്കാവുന്നുണ്ട്. അപ്പോൾ ജിയും പറയുന്നുണ്ട് നീ എന്താ അങ്ങനെയൊക്കെ കേട്ടെ, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ, നീ തെറ്റി കേട്ടതാവും എന്ന് പറയാണ്. സിയോ ആണെങ്കിൽ ഇവളുടെ ഇരിപ്പൊക്കെ കണ്ടിട്ട് ചോദിക്കുന്നുണ്ട്, അല്ല നിനക്ക് തലവേദനയാണോ, ഞാൻ പോയിട്ട് മെഡിസിനൊക്കെ നോക്കി എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് സിയോ പുറത്തേക്ക് ഇറങ്ങുകയാണ് കേട്ടോ. നെക്സ്റ്റ് സീനിൽ നമ്മുടെ ഒരു ആകാശത്തിൻ്റെ ചെറിയൊരു റൊട്ടേഷൻ വീഡിയോ ഒക്കെ എടുത്തിട്ട് നമ്മുടെ സുഹ്യോന് അയച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഈ സമയം നമ്മുടെ സുഹ്യോനാണെങ്കിൽ അവളുടെ വീട്ടിലിരുന്നിട്ട് അവളുടെ പുതിയ സ്റ്റോറിക്ക് വേണ്ടിയുള്ള പിക്ചേഴ്സൊക്കെ വരച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആ സമയത്താണ് ഇവൻ്റെ ഈ ഒരു മെസ്സേജ് വരുന്നതും അവളത് കാണുന്നതും. ഉടനെ തന്നെ അവൾ പെട്ടെന്ന് തന്നെ ഒരു ബീർ ബോട്ടിലിൻ്റെ പിക്ചർ വരയ്ക്കുകയാണ്. എന്നിട്ട് അത് അവൻ അയച്ചു കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് തലേ ദിവസത്തിന് അവളെ സപ്പോർട്ട് ചെയ്തതിന് താങ്ക്സ് പറയാണ്. നമ്മുടെ സുഹ്യോൻ്റെ മെസ്സേജ് കാണുമ്പോൾ ഇവനും തിരിച്ച് താങ്ക്സ് പറയാണ് കേട്ടോ. കാരണം തലേദിവസം എൻ്റെ സ്റ്റുപ്പിഡ് സ്റ്റോറിയൊക്കെ കേട്ട് സുഹ്യോൻ ഇരുന്നല്ലോ, അതിനൊരു താങ്ക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് അയക്കുകയാണ്. സുഹ്യോനാണെങ്കിൽ ഇവൻ്റെ ഈ മെസ്സേജൊക്കെ കാണുമ്പോൾ നമ്മുടെ വൂനെ കുറിച്ച് ഇങ്ങനെ ആലോചിക്കുകയാണ്. എപ്പോഴൊക്കെ ഞങ്ങൾ കണ്ടുമുട്ടുന്നുണ്ടോ അപ്പോഴൊക്കെ നന്നായിട്ട് ഡ്രിങ്ക് ചെയ്യുന്നുണ്ട്. മാത്രമല്ല വു ഒരു അമേസിങ് പേഴ്സൺ ആണ് എന്നാണ് കേട്ടോ സുഹ്യോൻ്റെ ഒരു അഭിപ്രായം. അങ്ങനെ സുഹ്യോൻ വൂനെ കുറിച്ച് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് അമ്മ അങ്ങോട്ട് വരുന്നത്. അമ്മയാണെങ്കിൽ സുഹ്യോനോട് ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ സുഹ്യോനോട് ചോദിക്കുന്നുണ്ട്, അല്ല തലേ ദിവസം എന്താ ഉണ്ടായേ, നീ ഒരുപാട് ലേറ്റ് ആയിട്ട് ഡ്രങ്കൺ ആയിട്ടാണ് വന്നത്, യുൺഹോ ആണെങ്കിൽ നിന്നേക്കാളും ഒരുപാട് നേരത്തെ തന്നെ വന്നു, എന്താ ഉണ്ടായെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ സുഹ്യോൻ അമ്മേനോട് പറയാണ്, ഞങ്ങൾ ഇന്നലെ പ്രൈവറ്റായിട്ട് കണ്ടില്ല, ഇനി കാണുകയില്ല, അപ്പോൾ അങ്ങനത്തെ ഹോപ്പൊന്നും വേണ്ട, ആ ഒരു ചാപ്റ്റർ ക്ലോസ് ചെയ്തു എന്ന് പറയാണ് കേട്ടോ അമ്മേനോട്. നെക്സ്റ്റ് സീനിൽ നമ്മുടെ ജാങ് അവളുടെ കൊളീഗ്സായിട്ട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു കോൾ വരുന്നത് കേട്ടോ. അപ്പോൾ അവൾ പെട്ടെന്ന് തന്നെ ഇന്നെന്തായാലും കോർട്ടിലത്തെ കാര്യങ്ങൾ നിങ്ങൾ നോക്കിയാൽ മതി, ഞാൻ കുറച്ച് ബിസിയാണ് എന്ന് പറഞ്ഞിട്ട് അവൾ ആ കോൾ അറ്റൻഡ് ചെയ്തതിന് ശേഷം അങ്ങനെ പുറത്തേക്ക് പോവുകയാണ്. ഇതേ സമയം നമ്മുടെ നായകനും നായികയാണെങ്കിൽ ഒരു കഫേയിൽ വന്നിട്ട് ജാങ്ങിനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ജാങ് എത്താം എന്ന് പറഞ്ഞ സമയം കഴിഞ്ഞിട്ടും ജാങ് എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും ഇവിടെ നിന്ന് എഴുന്നേറ്റ് ജാങ്ങിൻ്റെ ഓഫീസിൻ്റെ അവിടേക്ക് പോവുകയാണ്. അങ്ങനെ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോഴാണ് ജാങ് ഒരു കാറിൽ വരുന്നത് കേട്ടോ. അപ്പോൾ ജാങ് ഒറ്റയ്ക്കല്ല, ജാങ്ങിൻ്റെ കൂടെ ഒരു ചെറിയൊരു ആൺകുട്ടിയുണ്ട്. അപ്പോൾ ജാങ്ങിൻ്റെ മകനാണ് കേട്ടോ ഈ ആൺകുട്ടി. ഇവരെ രണ്ടുപേരെയും കാണുമ്പോൾ ജാങ് പറയുന്നുണ്ട്, ഞാൻ മറന്നുപോയി, ഭയങ്കര ബിസി ആയിപ്പോയി, സോറി എന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരെയും ഓഫീസിലേക്ക് ക്ഷണിക്കുകയാണ്. ഇന്ന് ട്രയൽ ഉള്ളതുകൊണ്ട് തന്നെ വേറെ സ്റ്റാഫൊന്നും അവിടെ ഉണ്ടാവില്ല, അപ്പോൾ ഇവർക്ക് പേഴ്സണലി പ്രൈവറ്റ് ആയിട്ടിരുന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് ഓഫീസിലേക്ക് കൊണ്ടുപോവുകയാണ് കേട്ടോ ജാങ്. ജാങ് ഇപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാങ് ഡിവോഴ്സിന് അപ്ലൈ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു മകൻ്റെ കസ്റ്റഡിക്ക് വേണ്ടിയിട്ട് ജാങ് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ജാങ്ങിൻ്റെ ഹസ്ബൻഡിൻ്റെ ഇനി എക്സ് ഹസ്ബൻഡ് ആവാൻ പോകുന്ന ആളുടെ സ്ട്രോങ് പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാങ്ങിന് ഒരുപാട് വർക്ക് ഉള്ളതുകൊണ്ട് തന്നെ ഇവരുടെ മകനെ നോക്കാനൊന്നും പറ്റുന്നില്ല, കെയർ ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ജാങ്ങിന് മകൻ്റെ കസ്റ്റഡി കൊടുക്കരുത് എന്നാണ് ഇവളുടെ ഹസ്ബൻഡ് പറയുന്നത്. ഈ സിറ്റുവേഷനിൽ നമ്മുടെ ജാങ്ങിന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് ടൈമാണ്, അതും അവളുടെ മകൻ്റെ കൂടെ. അപ്പോൾ മകൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യാൻ കൂടുതൽ ടൈം ജാങ്ങിന് വേണം എന്നുള്ളത് കൊണ്ടാണ് പുതിയ ജോബിൽ വർക്ക് ഫ്രം ഹോം വേണം, അധികം നേരം വർക്ക് ചെയ്യില്ല എന്നൊക്കെ അവൾ പുതിയ കണ്ടീഷൻസ് വെച്ചത്.
ജാങ്ങിൻ്റെ ഹസ്ബൻഡ് ആണെങ്കിൽ ജാങ്ങിനെ ചീറ്റ് ചെയ്തു. അപ്പോൾ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവള് വീടിനെ കുറിച്ചൊന്നും നോക്കാറില്ല. അതുകൊണ്ടാണ് വേറൊരു ലേഡീനെ അന്വേഷിച്ച് പോയത് എന്നൊക്കെയാണ് ഹസ്ബൻഡ് പറയുന്നത്. ജാങ് ആണെങ്കിൽ ഇപ്പോൾ ഭയങ്കര കൺഫ്യൂഷനിലാണ്. അതായത് മകൻ്റെ കസ്റ്റഡി ഏറ്റെടുക്കണോ? ഏറ്റെടുത്ത് ഇനി കസ്റ്റഡി കിട്ടിയാൽ തന്നെ മകനെ നന്നായി നോക്കാൻ പറ്റുമോ? കെയർ കൊടുക്കാൻ പറ്റുമോ? എന്നൊക്കെയുള്ള കൺഫ്യൂഷൻസ് നമ്മുടെ ജാങ്ങിനുണ്ട് നന്നായിട്ട്. ജാങ് ആണെങ്കിൽ മകൻ ജനിച്ചതിന് ശേഷവും വർക്ക് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് അവൾ വർക്കിന് കണ്ടിന്യൂ ചെയ്തത്. അങ്ങനൊരു ഡിസിഷൻ എടുത്തതുകൊണ്ട് മകനെ നോക്കാൻ പറ്റിയില്ല എന്നൊരു റിഗ്രറ്റ് ഇവളുടെ മനസ്സിലുണ്ട്. ജാങ്ങിൻ്റെ ഹസ്ബൻഡ് ആണെങ്കിൽ ഇടയ്ക്ക് ജാങ്ങിനോട് പറയും, നിനക്കൊരു അമ്മയാവാനുള്ള യോഗ്യതയില്ല. അപ്പോൾ ജാങ് പറയണത് ശരിയാണ്, എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞത് എനിക്കൊരു അമ്മയാവാനുള്ള യോഗ്യതയില്ല എന്നൊക്കെ ഇങ്ങനെ പറയാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ യുൻഹോ പറയാണ്, യു ഹാവ് റൈറ്റ്, നിങ്ങൾക്കൊരു അമ്മയാവാനുള്ള യോഗ്യതയുണ്ട്. നിങ്ങൾ ട്രൈ ചെയ്യാതൊന്നും ഇരുന്നില്ല, നിങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു നിങ്ങളുടെ മകനെ നല്ല രീതിയിൽ വളർത്താൻ വേണ്ടിയിട്ട്. എല്ലാ പാരൻസും അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള പാരൻസും ഒന്നും അല്ല. എല്ലാവരും സ്റ്റാർട്ട് ചെയ്ത് മെല്ലെ മെല്ലെയാണ് ഓരോ കാര്യങ്ങളും പഠിക്കുന്നത്. യുൻഹോ ആണെങ്കിൽ ഒരു അച്ഛനാണ്. ഒറ്റയ്ക്കാണ് നമ്മുടെ ബിയോളിനെ വളർത്തിക്കൊണ്ട് വന്നത്. അതുകൊണ്ട് തന്നെ ജാങ്ങിൻ്റെ അവസ്ഥ ഇവന് പെട്ടെന്ന് തന്നെ മനസ്സിലാവുന്നുണ്ട്. ജാങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്നത് കാണുമ്പോൾ നമ്മുടെ ജിയുണും ചെറുതായിട്ട് സന്തോഷിക്കുന്നുണ്ട് കേട്ടോ. ഈ പയ്യനാണെങ്കിൽ ഒരു ചെറിയ പനിയൊക്കെ ആയിട്ടാണ് ഇവിടെ കിടക്കുന്നത്.